കഥയെ ആരംഭിക്കുന്നത് പ്യൂക്ക് എന്ന പേരുള്ള ഒരു പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവൻ ജയിലിലെത്തിയിട്ട് ആദ്യത്തെ ദിവസമായിരുന്നു. പക്ഷെ അത് മറ്റു ജയിലുകൾ പോലൊന്നുമല്ല, ജുവനൈൽ ഡിറ്റൻഷൻ സെന്റർ ആണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ ശിക്ഷിക്കുന്ന ഇടം. ഡ്യൂക്ക് ഈ ജയിലിലെത്തുന്നതിന് മുമ്പ് അവന് കഴിഞ്ഞ ഒരു കാലമുണ്ട്, ദുസ്വപ്നം പോലെ വളരെ മോശം ബാല്യകാലം. അവന്റെ അമ്മ ഒരു മയക്കുമരുന്ന് ഡീലറും ഒരു വേശ്യയുമൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതലേ ഒരുപാട് കളിയാക്കലുകളും ട്രോമയും ഒക്കെ പ്യൂക്കിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. സ്കൂളിൽ വെച്ച് ടീച്ചേഴ്സിൽ നിന്ന് പോലും പ്യൂക്കിന് കളിയാക്കലുകളും അപമാനവും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും അവന്റെ അമ്മയുടെ പേര് പറഞ്ഞ്. അന്നൊക്കെ അവനെ സപ്പോർട്ട് ചെയ്യാൻ അവന്റെ ഒപ്പം പഠിക്കുന്ന ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പറന്നായിരുന്നു അവളുടെ പേര്. പിന്നീടാണ് പ്യൂക്കിന്റെ അമ്മയെ പോലീസ് കയ്യോടെ പിടികൂടുന്നത്. 24 കൊല്ലം കഠിന തടവിനവർ ശിക്ഷിക്കപ്പെട്ടു. അന്നു മുതൽ പ്യൂക്ക് ഒരു അനാഥനെ പോലായി. അവന്റെ ജീവിതം മുമ്പോട്ട് കെട്ടിപ്പടുക്കാൻ അവന് തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നാളുകൾ പിന്നിട്ടു. പ്യൂക്ക് കൗമാരപ്രായത്തിലെത്തി. അതിനോടകം അമ്മയുടെ പേര് പറഞ്ഞ് ഒരുപാട് കളിയാക്കലുകളും പ്രശ്നങ്ങളുമൊക്കെ അവൻ എതിരിടുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അവൻ ഗ്രോസറി സ്റ്റോറിൽ പോയി. പക്ഷേ അവിടെ വെച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ പ്യൂക്കിന്റെ അമ്മയെപ്പറ്റി മോശമായ രീതിയിൽ അവനോട് സംസാരിച്ചു. ഒരു പരിധി വിട്ടപ്പോ പ്യൂക്കിന് സഹിക്കാൻ പറ്റിയില്ല. പ്യൂക്ക് അയാളോട് എതിർത്തു നിന്നു. പക്ഷേ പ്യൂക്കിന്റെ ഗേൾഫ്രണ്ട് സമയം വന്നതുകൊണ്ട് അവൾ തന്നെ അവനെ പിടിച്ചുമാറ്റി കൊണ്ടുപോയി. പക്ഷെ കളിയാക്കിക്കൊണ്ടിരുന്ന വ്യക്തിയാകട്ടെ അവിടെയൊന്നും നിർത്തിയില്ല. അയാൾ പ്യൂക്കിന്റെ അമ്മയെ വേശ്യയെന്നടക്കം വിളിച്ച് വലിയ രീതിയിൽ അപമാനിച്ച് പ്യൂക്കിനെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. പ്യൂക്കിനെ വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടതും പററിനെയും അത്തരത്തിൽ അയാൾ അഭിസംബോധന ചെയ്തു. ഇവളെയും നീ വിൽക്കാൻ കൊണ്ടുപോകുവാനോടാ എന്ന മട്ടിൽ സംസാരിച്ചു. പ്യൂക്കിന്റെ നിയന്ത്രണം വിട്ടിരുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ആ നിമിഷം തന്നെ പ്യൂക്ക് അയാളെ വെടിവെച്ചു കൊന്നു. അധികം വൈകാതെ പ്യൂക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യാനും ആരംഭിച്ചു. സ്റ്റേഷനിൽ വെച്ച് തന്നെ പ്യൂക്കിന് പോലീസിൽ നിന്ന് വലിയ തോതിൽ മർദ്ദനമേറ്റു. അധികം വൈകാതെ അവനെ ജയിലിലേക്ക് മാറ്റി. ജുവനൈൽ ഡിറ്റൻഷൻ സെന്ററിലേക്കായിരുന്നു പ്യൂക്ക് മാറ്റപ്പെട്ടത്. ദുർഗുണ പരിഹാര പാഠശാല. 18 വയസ്സ് തികയാത്ത കുറ്റവാളികളായ പയ്യന്മാരെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കെട്ടിപ്പടുത്ത ഇടം. പക്ഷേ ആ ഇടം അങ്ങനെയായിരുന്നില്ല വർക്ക് ചെയ്തിരുന്നത്. ക്രൂരതകളും പ്രശ്നങ്ങളും മാത്രം നിറഞ്ഞ ഒരിടമായിരുന്നു അത്. വലിയ ആളുകളുള്ള ജയിലിനെ പോലെ തന്നെ ക്രൂരത നിറഞ്ഞ അന്തരീക്ഷം. ആകെയുള്ള കാര്യം ജയിലിനകത്തുള്ളവർ എല്ലാവരും 18 വയസ്സിൽ താഴെയുള്ളവരാണെന്നത് മാത്രമാണ്. അധികാരമാണ് അവിടെയെല്ലാം തീരുമാനിക്കുന്നത്. ശക്തി കൊണ്ട് ഓരോരുത്തരും ഓരോ ഗ്യാങ്ങിൽ പെടും. ഗ്യാങ് തലവന്മാർ അവിടുത്തെ നിയമങ്ങളും നിബന്ധനകളും ഒരാളെങ്ങനെ ഉപയോഗിക്കപ്പെടണം, ഉപദ്രവിക്കപ്പെടണം എന്നതടക്കം തീരുമാനിക്കും. ജുവനൈൽ സെന്ററിലേക്ക് പ്യൂക്ക് എത്തിപ്പെടുമ്പോൾ അതേ വണ്ടിയിൽ ഫ്ലൂക്ക് എന്നു പേരുള്ള മറ്റൊരു പയ്യനുമുണ്ടായിരുന്നു. മയക്കുമരുന്ന് ഡീലിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവനാണ് അവൻ. പ്യൂക്ക് വാർഡന്റെ മുമ്പിലെത്തി. വാർഡൻ പ്യൂക്കിനെയും ഫ്ലൂക്കിനെയും നോക്കി. പ്യൂക്കിന്റെ കണ്ണിൽ വലിയ ഭയമൊന്നുമില്ലെന്ന് കണ്ടതും വാർഡനെ നന്നേ പൊളിഞ്ഞു. വാർഡൻ അവിടെ വെച്ച് ഫ്ലൂക്കിനെയും പ്യൂക്കിനെയും നടയടി എന്ന മട്ടിൽ മർദ്ദിച്ചു. എവിടെ നിന്നാ നീയൊക്കെ വരുന്നത് എന്നതെനിക്ക് പ്രശ്നമല്ല. ഇവിടെ നിന്റെയൊക്കെ ആറ്റിറ്റ്യൂഡ് ഇറക്കാൻ നിന്ന നീയൊന്നും പിന്നെ പുറം ലോകം കാണില്ല. വാർഡൻ ഭീഷണിപ്പെടുത്തി. പിന്നാലെ അവർ കൊണ്ടുപോകപ്പെട്ടത് ചേഞ്ചിങ് റൂമിലേക്കായിരുന്നു. അപ്പോഴാണ് ബിയർ എന്ന പേരുള്ള ഒരു പയ്യൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അവിടുത്തെ ഒരു ഗ്യാങ് ലീഡറാണ് ബിയർ. ഇവരെ വേണ്ട രീതിയിൽ അങ്ങ് തയ്യാറാക്കിയേക്ക്. ബിയറിനോട് വാർഡൻ പറഞ്ഞു. ഞങ്ങളെ നോക്കിക്കോളാം എന്നായിരുന്നു ബിയറിന്റെ മറുപടി. വാർഡൻ പോവുകയും ചെയ്തു. ബിയറും കൂടെയുണ്ടായിരുന്ന സഹോദരനും ഫ്ലൂക്കിനെയും പ്യൂക്കിനെയും നല്ല രീതിയിൽ ഉപദ്രവിച്ചു. അവരുടെ മുടി മൊട്ടയടിച്ചു. നീയൊക്കെ ഇരുട്ടുമ്പോ സെല്ലിലേക്കല്ലേ വരുന്നത്, ബാക്കി അവിടെ തരാടാ എന്ന മുട്ടിൽ പറഞ്ഞായിരുന്നു ബിയർ അവിടെ നിന്ന് പോയത്. വൈകാതെ അവർ സെല്ലിലടയ്ക്കപ്പെട്ടു. പരിമിതിയുള്ള ഇടമായിരുന്നു അത്. നിരവധി തടവുപുള്ളികൾ ഒരു വലിയ സെല്ലിൽ തന്നെ ഉണ്ടാകും. പ്യൂക്കും ഫ്ലൂക്കും ബിയറിന്റെ സെല്ലിലായിരുന്നു വന്നുപെട്ടത്. ബിയർ രാത്രിയായപ്പോ തന്റെ ഗ്യാങ്ങിന് നിർദ്ദേശം കൊടുത്തു. ഫ്ലൂക്കിനെയും പ്യൂക്കിനെയും പിടിച്ചുകൊണ്ടുവരാൻ. ഒരുത്തനെത്തി ബോസിന് നിന്നെ കൊണ്ടൊക്കെ പണിയുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഫ്ലൂക്ക് വല്ലാതെ ഭയന്നിരുന്നു. അങ്ങോട്ടേക്കെത്തിയ ഫ്ലൂക്ക് ദയക്കായി കൈകൂപ്പി എല്ലാവരോടും അപേക്ഷിച്ചു. പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല. ബിയർ പറഞ്ഞു, ഒന്നുകിൽ നിനക്കെന്റെ പ്രോപ്പർട്ടി ആയിട്ടിരിക്കാം, നിന്നെ ഞാൻ മാത്രം ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇവിടെയുള്ള മുഴുവൻ ആളുകളുടെയും കളിപ്പാവയാകാം. ഫ്ലൂക്കിന് മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. ഭയന്നേവൻ ബിയർ പറഞ്ഞ പോലെ അവന് വേണ്ട ശാരീരിക കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അപമാനിതനായി. ഇതേസമയം മറുവശത്ത് ഫ്ലൂക്ക് അതിന് വഴങ്ങിയില്ല. ഫ്ലൂക്ക് തല്ലി ചതയ്ക്കപ്പെട്ടു. പിറ്റേന്ന് ഭക്ഷണത്തിനുള്ള വിളി കേട്ടപ്പോഴാണ് ഫ്ലൂക്ക് ഉണരുന്നത് പോലും. തല്ലിച്ചതയ്ക്കപ്പെട്ട് അവൻ അത്രമേൽ അവശതയിലായിരുന്നു. ഒരു തരത്തിൽ എഴുന്നേറ്റ് നടന്ന് അവൻ ക്യാൻറ്റീനിലെത്തി. അവിടെ എത്തിയപ്പോഴോ ഭക്ഷണം അമ്പേ തീർന്നിരിക്കുന്നു. നിനക്ക് ഭക്ഷണമില്ല, പൊക്കോ എന്ന് ഭക്ഷണം വിളമ്പാൻ നിന്ന തടവുപുള്ളി പറഞ്ഞു. അടിയിൽ ഒട്ടിപ്പിടിച്ചതിൽ നിന്ന് എന്തെങ്കിലും തരാൻ ഫ്ലൂക്ക് പറഞ്ഞതോടെ ഒട്ടിപ്പിടിച്ച് കിടന്ന കുറച്ച് ഭക്ഷണം അയാൾ
അയാൾ കോരിയെടുത്ത് ഫ്ലൂക്കിന് ഇട്ടുകൊടുത്തു. ഫ്ലൂക്ക് അതുമായി മുമ്പോട്ടേക്ക് നടന്നു. ബിയർ എതിരെ വന്ന് മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ അത് തട്ടിത്തെറിപ്പിച്ചു. ഭക്ഷണം താഴെ വീണെങ്കിലും ഫ്ലൂക്ക് പ്രതികരിച്ചില്ല. അവിടെയുള്ള എല്ലാവരും ഫ്ലൂക്ക് ഇപ്പോൾ പ്രതികരിക്കുമെന്ന മട്ടിൽ നോക്കുന്നുണ്ടായിരുന്നു. താഴെ വീണ ഭക്ഷണം വാരിയെടുത്തിട്ട് പോയിരുന്ന ഫ്ലൂക്ക് അത് കഴിക്കാൻ ആരംഭിച്ചു. ആ സെന്റർ പലതരത്തിൽ ഡിവൈഡ് ചെയ്യപ്പെട്ടിരുന്നു. ഓരോ ബ്ലോക്കിനും ഓരോ ലീഡറുമുണ്ട്. ഒരു ബ്ലോക്കിന്റെ ലീഡർ ഗസ് എന്ന് വിളിപ്പേരുള്ള ഒരു വ്യക്തിയായിരുന്നു. ഗസ്സിനടുക്കൽ ഒരുത്തം പറഞ്ഞു, ആ പുതിയ പയ്യൻ പ്യൂക്ക് നിന്റെ നാട്ടുകാരനാ, അവനെ നമ്മുടെ സെല്ലിലേക്ക് കൊണ്ടുവന്നാലോ? ഗസ് പറഞ്ഞു, നോക്കാം, എന്നാലും ഇവൻ എന്തു പണിയാ കാണിച്ചത്, തിരിച്ചടിക്കണ്ടേ എന്ന മട്ടിൽ കൂടിയുള്ളവൻ പറഞ്ഞപ്പോ ഗസിന്റെ മറുപടി എത്തി, അല്ല, അവൻ അറിവുള്ളവനാ, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവൻ ചത്തുപോകും, ഇപ്പോഴല്ല പ്രശ്നമുണ്ടാക്കേണ്ട സമയം. പിന്നീട് പ്യൂക്ക് കുളിക്കുവാൻ വേണ്ടി പോയി. അവിടെത്തി ടാങ്കിൽ നിന്ന് വെള്ളം കോരി കുളിക്കാൻ ശ്രമിക്കുമ്പോ ബിയറും സംഘവും അങ്ങോട്ടേക്ക് വന്നു. ബിയർ പ്യൂക്കിനെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇവിടെയുള്ളതൊക്കെ സൗജന്യമായി ഉപയോഗിക്കാം എന്നാണോ നീ കരുതിയത്? ഇവിടൊന്നും സൗജന്യമല്ല, എല്ലാത്തിനും ഓരോ വിലയുണ്ട്. അവനോട് മുട്ടുകുത്താൻ ബിയർ പറഞ്ഞു. പ്യൂക്ക് അനുസരിച്ചില്ല. അതോടെ അവൻ ചവിട്ടി അവനെ കൊണ്ട് മുട്ടുകുത്തിപ്പിച്ചു. അവരുടെ വളച്ചൊടിച്ച നിയമപ്രകാരം ആ കുളം ഉപയോഗിക്കണമെങ്കിൽ പ്യൂക്ക് 5 കിക്കുകൾ താങ്ങണം. ശക്തമായി അവന് മേൽ 5 കിക്കുകൾ കൊണ്ട് അവർ ആക്രമണം നടത്തും. ആദ്യത്തെ കിക്ക് ചെയ്തത് ബിയർ ആയിരുന്നു. അടികൊണ്ടവൻ താഴെ വീണു. അടുത്ത കിക്കാകട്ടെ പ്യൂക്കിന്റെ സുഹൃത്ത് ഫ്ലൂക്കിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിരുന്നു ബിയറിന്റെ തീരുമാനം. പേടിച്ചിരുന്ന ഫ്ലൂക്ക് മറ്റു വഴികളില്ലാതെ പ്യൂക്കിനെ ചവിട്ടി. പക്ഷെ അത് സ്ട്രോങ് ആയിരുന്നില്ല. മനഃപൂർവ്വം അവൻ വേദനിക്കാത്ത രീതിയിൽ പതിയായിരുന്നു ചവിട്ടിയത്. 3ഉം 4ഉം ചവിട്ടിയത് ബിയറിന്റെ ഗ്യാങ് മെമ്പേഴ്സ് ആയിരുന്നു. ഒടുവിൽ 5ാമത്തെ ഊഴമെത്തി. ബിയറിന്റെ ഇരട്ട സഹോദരനാണ് അത് ചെയ്യുന്നത്. പക്ഷെ അത്തവണ പ്യൂക്ക് തന്റെ കൈകൊണ്ട് അത് തടഞ്ഞു. ബിയറിന്റെ ഇരട്ട സഹോദരന്റെ കാലിൽ നല്ല രീതിയിൽ വേദനയെടുത്തു. അവൻ താഴെ വീണു. അതോടെ ബിയറിന്റെ ആളുകളൊക്കെ ചേർന്ന് ഫ്ലൂക്കിനെ ചവിട്ടിക്കൂട്ടാൻ ആരംഭിച്ചു. കഥയാസമയം ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഫ്ലൂക്കിന്റെ കൈകൾക്ക് ഇത്രമേൽ സ്ട്രെങ്ത് വന്നത് എങ്ങനെയാണ്, ഫ്ലൂക്കിന് എങ്ങനെയാണ് ഇവർക്കെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എന്നത് മനസ്സിലാക്കി തരുന്ന ഒരു ദൃശ്യമായിരുന്നു അത്. കുട്ടിക്കാലത്ത് ഫ്ലൂക്ക് ബോക്സിങ്ങിന് പോയിരുന്നു. കൂടുതലും പണം കിട്ടാനാണ്. അന്നൊക്കെ കനത്ത രീതിയിൽ ഇടികൊണ്ട് ചതഞ്ഞു വന്ന അവനെ അമ്മ പരിപാലിക്കും. അന്നമ്മ അവനോട് ചോദിച്ചിരുന്നു, എന്തിനാ നീ ഇങ്ങനെ ഈ പ്രായത്തിൽ ബോക്സിങ്ങിന് പോയി ഇടിവാങ്ങുന്നത്? അവൻ പറഞ്ഞു, നിങ്ങളും മയക്കുമരുന്ന് കച്ചവടം ചെയ്തല്ലേ പണം സമ്പാദിക്കുന്നേ, എനിക്ക് ആ പണം വേണ്ട, എനിക്ക് ജീവിക്കാനുള്ളത് ഞാനുണ്ടാക്കിക്കോളാം. അന്നു മുതൽ ഇടികൊണ്ടതിന്റെ സ്ട്രെങ്ത് ആണ് ഫ്ലൂക്കിന് ഇപ്പോഴും ഉള്ളത്. ഫ്ലൂക്ക് താഴെ വീണ് കിടക്കുകയായിരുന്നു. വാർഡൻ വന്ന് ഫ്ലൂക്കിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. 5 മിനിറ്റിനുള്ളിൽ എഴുന്നേക്കണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ മോശമാകും. അവിടെ നിന്നെല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. മാറി നിന്നിരുന്ന ഫ്ലൂക്ക് അവന്റെ അടുത്തേക്ക് വന്നു. അവനെടുത്തു വെച്ചിരുന്ന ഒരു ഓറഞ്ച് ഫ്ലൂക്കിനെടുത്തു കൊടുത്തു. ഇതേസമയം മറുവശത്ത് വാർഡൻ ബിയറിനടുത്തെത്തി. കാര്യങ്ങൾ നീ വഷളാക്കിക്കൊണ്ടിരിക്കുവാണ്. എന്റെ സിഗരറ്റ് കത്തിത്തീരുന്നതിന് മുമ്പ് എന്താണോ തീർക്കാനുള്ളത് അതൊക്കെ അങ്ങ് തീർത്തേക്കണം. വാർഡൻ പറഞ്ഞത് കേട്ട് ബിയറിനും ദേഷ്യം വന്നു. ഇതിനിടയിൽ ഫ്ലൂക്ക് ഓറഞ്ച് കൊടുത്ത കാര്യവും ബിയറിന്റെ അടുത്തെത്തി. ബിയർ ഫ്ലൂക്കിനെ പിടിച്ച് കനത്ത രീതിയിൽ മർദ്ദിക്കാൻ ആരംഭിച്ചു. ആരും മുമ്പോട്ട് വന്നില്ല. പ്യൂക്ക് കടന്നു വന്ന് ബിയറിനെ തടയാൻ ശ്രമിച്ചു. നീ ആണാണെങ്കിൽ എന്നെ തല്ലടാ, അവനെ തല്ലാതെ എന്ന തരത്തിൽ പറഞ്ഞു. ഒറ്റക്കൊറ്റയ്ക്ക് ഇടിക്കാൻ പാടാ എന്നും വെല്ലുവിളിച്ചു. കാര്യങ്ങൾ വഷളാവുന്നതിന് മുമ്പ് ഗോൾഫ് എന്ന് പേരുള്ള മറ്റൊരു ഗ്യാങ് ലീഡർ അങ്ങോട്ടേക്ക് കടന്നു വന്നു. പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ പ്യൂക്കിനെയും ഫ്ലൂക്കിനെയും തന്റെ ബ്ലോക്കിലേക്ക് താൻ എടുക്കുകയാണ് എന്ന മട്ടിൽ ഗോൾഫ് പറഞ്ഞു. പക്ഷെ ബിയർ അത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് മറ്റൊരു ഗ്യാങ് ലീഡർ ഗസ് അങ്ങോട്ടേക്ക് വന്നത്. അതോടെ ഗസിന്റെ ഒരു തീരുമാനം അവിടെ നടപ്പിലാക്കപ്പെട്ടു. ഫ്ലൂക്കിനെ ബിയർ വെക്കും, പ്യൂക്കിനെ ഗോൾഫിന് കൊണ്ടുപോകാം. പ്യൂക്ക് അങ്ങനെ അവരുടെ സെല്ലിലേക്ക് എത്തിക്കപ്പെട്ടു. അവിടെ വെച്ച് ഗസ് പ്യൂക്കിനോട് സംസാരിച്ചു. നീ ആ ഫ്ലൂക്കിനെ പോലെയല്ല, രക്ഷപ്പെടാനും സർവൈവ് ചെയ്യാനും ആരുടെയും അടിമയാവാൻ വേണ്ടി നീ നിന്നു കൊടുത്തിട്ടില്ല. നിന്നിലൊരു ഫയർ ഉണ്ട്, നീ അവിടെ ബിലോങ് ചെയ്യുന്നവനുമല്ല. പിന്നാലെ പ്യൂക്കിനൊരു വുഡൻ നൈഫ് അവൻ ഇട്ടുകൊടുത്തു. ഇത് താൻ സ്വയം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. ആവശ്യം വരുമ്പോ ഇത് ഉപയോഗിച്ചോളാനും പ്യൂക്കിന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. അന്ന് രാത്രിയിൽ സ്വസ്ഥമായി ദിവസങ്ങൾക്ക് ശേഷം പ്യൂക്ക് ഉറങ്ങി. ഇതേസമയം മറുവശത്ത് ഫ്ലൂക്കിന്റെ അവസ്ഥ കൂടുതൽ മോശമാവുകയായിരുന്നു. നടന്ന കാര്യങ്ങളിൽ കലിപൂണ്ടിരുന്ന ബിയർ എല്ലാവരോടുമായി പറഞ്ഞു, എനിക്കിനി കളിപ്പാവ വേണ്ട, ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ബിയർ അത് പറയാൻ നോക്കി നിൽക്കുകയായിരുന്നു ആ സെല്ലിലെ ബാക്കിയുള്ളവർ. അന്ന് രാത്രിയിൽ ഫ്ലൂക്ക് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. ഫ്ലൂക്ക് പൊട്ടിക്കരഞ്ഞു, സഹായത്തിനായി അഭ്യർത്ഥിച്ചു. ആരും അവനെ സഹായിക്കാൻ എത്തിയില്ല. ഏറ്റവും ഒടുവിൽ ഏറെ അവശതയിൽ അവൻ വീണുപോയിരുന്നു. പക്ഷെ ആ സമയം ബിയറിന്റെയും സംഘത്തിന്റെയും ഒരു ഗൂഢാലോചന അവൻ കേട്ടു. ഫ്ലൂക്കിനെ വകവരുത്താനായിരുന്നു ബിയറിന്റെയും സംഘത്തിന്റെയും പദ്ധതി. അതിനുവേണ്ടി ബ്ലേഡ് എല്ലാം പൊടിച്ച് ഫ്ലൂക്കിന്റെ ഭക്ഷണത്തിലിട്ട് കൊടുക്കാം എന്നവർ പദ്ധതിയിട്ടിരുന്നു. അടുത്ത ദിവസം
പ്ലൂക്ക് പതിവ് പോലെ ക്യാൻറ്റീനിലെത്തി. അന്ന് പക്ഷേ പ്ലൂക്കിന് പ്ലേറ്റ് നിറയെ ഭക്ഷണം കിട്ടി. പ്ലൂക്കും മറ്റുള്ളവരും ചിന്തിച്ചത് അവനിപ്പോൾ ഗസിന്റെ കൂടെയായതുകൊണ്ടാണ് എന്ന തരത്തിലായിരുന്നു. പ്ലൂക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങാൻ പോയതും അങ്ങോട്ടേക്ക് ഫ്ലൂക്ക് കടന്നു വന്നു. ആ ഭക്ഷണം പിടിച്ചുവാങ്ങി അത് വാരിക്കഴിക്കാൻ തുടങ്ങി. അതോടെ ബിയർ തന്നെ കൊല്ലുമെന്ന് ഫ്ലൂക്കിന് അറിയാമായിരുന്നു. എന്നാലും ഫ്ലൂക്കിനായി ആകെ തനിക്ക് ചെയ്യാൻ പറ്റുക അതാണ് എന്ന് മനസ്സിലാക്കിയായിരുന്നു അവന്റെ പ്രവൃത്തി. അവൻ ആ ജീവിതം മടുത്തിരുന്നു. അത് തിന്നതും ഫ്ലൂക്കിന്റെ വായിൽ നിന്ന് ബ്ലേഡ് മുറിഞ്ഞ് ചോരയൊലിക്കാൻ ആരംഭിച്ചു. ഫ്ലൂക്കും ഗസ്സുമടക്കം അവനെ സഹായിക്കാൻ നോക്കിയെങ്കിലും ഒന്നും സാധിച്ചില്ല. കാര്യങ്ങൾ വഷളായതേയുള്ളൂ. ഫ്ലൂക്ക് വൈകാതെ കൊല്ലപ്പെട്ടു. ഫ്ലൂക്കിന് ദേഷ്യം മിരച്ചു കയറിയിരുന്നു. ജയിലിനകത്തുള്ള ഒരു ഗ്യാങ് വാറിന് അവിടെ തുടക്കം കുറിക്കപ്പെടുകയായിരുന്നു. അടുത്ത ദിവസം ജയിൽ യാർഡിൽ വെച്ച് 2 ഗ്യാങ്ങുകളും ഏറ്റുമുട്ടി. ശക്തമായ ഏറ്റുമുട്ടൽ നടന്നു. ഇതിനിടയിൽ ഗസ്സിന് കുത്തേറ്റ് സാരമായി പരിക്കേറ്റു. അന്ന് രാത്രിയിൽ ഗസ് വിറച്ചു പനിച്ചു. പ്യൂക്ക് അത് കണ്ട് സഹായത്തിനായി അലറി വിളിച്ചു. പക്ഷെ സഹായത്തിന് ആരും തന്നെ എത്തിയില്ല. വാർഡനോ മറ്റോ എത്തിയില്ല. ഗസ് പ്യൂക്കിനോട് പറഞ്ഞു, നമ്മുടെ കൂടെയുള്ള ഇവരൊക്കെ പാവങ്ങളാണ്. ആർക്കും വീടില്ല, കുടുംബമില്ല. ഇനി ഇവരൊക്കെ നിന്റെ ഉത്തരവാദിത്തമാണ്. നീ അവരെ സംരക്ഷിച്ചേക്കണം. അന്ന് രാത്രിയിൽ ഗസ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അടുത്ത ദിവസമായിരുന്നു ഗസിന്റെ റിലീസിംഗ് ഓർഡറുമായി കഴിഞ്ഞ 10 കൊല്ലമായി പോരാടുന്ന അവന്റെ അച്ഛൻ ജയിലിലേക്ക് എത്തുന്നത്. വാർഡന് അദ്ദേഹത്തോട് പറയാൻ ഗസിന്റെ മരണവിവരമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളാകെ തകർന്നുപോയി. പ്യൂക്കും ഗോൾഫും ഒടുവിലൊരു തീരുമാനത്തിലെത്തി. ബിയറിനെ വകവരുത്തണം. പ്യൂക്കിനിപ്പോൾ നഷ്ടപ്പെടാനൊന്നുമില്ല. തിരികെ പോവാനുമിടമില്ല. അമ്മ മരണപ്പെട്ടിരിക്കുന്നു. കാമുകി തന്നെ വിട്ട് മറ്റൊരിടത്തേക്ക് പോയിരിക്കുന്നു. തന്റെ ലോകം ഇനി ഏറെക്കുറെ ഇവിടെയൊക്കെയാണ്. പ്യൂക്ക് ധൈര്യം സംഭരിച്ചു. ഗോൾഫിനൊപ്പം ചെന്ന് ബിയറിനെ എതിരിട്ടു. അവനെ ഒരു 1-on-1 ഫൈറ്റിന് വെല്ലുവിളിച്ചു. കൂട്ടത്തിൽ ഗോൾഫ് പറഞ്ഞു, ഇനി മത്സരത്തിൽ പ്യൂക്ക് കൊല്ലപ്പെട്ടാൽ നിനക്ക് എന്നെയും കൊല്ലാം. വൈകാതെ 1-on-1 ഫൈറ്റിന് തീരുമാനമായി. പ്യൂക്കിനെ അത്ര കരുത്തുള്ളവനായിട്ടൊന്നും ബെയറും ഇരട്ട സഹോദരനും നോക്കിക്കണ്ടിരുന്നില്ല. രാത്രി മുഴുവൻ അതിനുവേണ്ടി പ്യൂക്ക് തയ്യാറെടുത്തു. തന്റെ കത്തിയുടെ മൂർച്ച കൂട്ടി. അടുത്ത ദിവസം വാശേരിയിൽ വെച്ചിട്ടായിരുന്നു ഫൈറ്റ് അറേഞ്ച് ചെയ്യപ്പെട്ടത്. ഇരുകൂട്ടരും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. തുടക്കം മുതലേ ചതിക്കളിയായിരുന്നു ബിയർ ആരംഭിച്ചത്. എന്നിരുന്നാലും ശക്തമായ ഏറ്റുമുട്ടൽ നടന്നു. ആദ്യങ്ങളിൽ പ്യൂക്ക് പിന്നോട്ട് പോയിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ അവൻ ബോക്സിംഗ് ആലോചിച്ചു. ആള് കരുത്തനാണോ അല്ലയോ എന്നുള്ളതുമൊന്നുമല്ല ഒരു ഫൈറ്റിംഗിൽ പ്രധാന കാര്യം. അത് ടൈമിംഗ് ആണ്. കൃത്യസമയത്ത് കൃത്യമായ പഞ്ച് കൊടുക്കുക. പ്യൂക്ക് അത്തരത്തിൽ പ്രവർത്തിച്ചു. അവന്റെ കാലിനടിച്ച് അവനെ താഴെ വീഴ്ത്തി. പിന്നാലെ ശക്തമായി അവനെ കുത്തി. ഇതിനിടയിൽ ബിയറിന്റെ ഇരട്ട സഹോദരൻ കയറി വന്നെങ്കിലും ഗോൾഫ് അവനെ തടഞ്ഞു. ഒടുവിൽ പ്യൂക്ക് ബിയറിനെ കൊന്നു തള്ളി. വൈകാതെ വാർഡനും സംഘവും എത്തി പ്യൂക്കിനെയും ഗോൾഫിനെയും പിടിച്ചുകൊണ്ടുപോയി. അവർക്ക് അത്യാവശ്യം മർദ്ദനവും കിട്ടി. ഒടുവിൽ വാർഡൻ തന്നെ എത്തി അവരോട് സംസാരിച്ചു. നിന്നെയൊക്കെ ഞാനൊക്കെ എങ്ങനെ സംരക്ഷിക്കാനാടാ? നിനക്കൊക്കെ എങ്ങനെ നല്ലത് ചെയ്യാനാ? നിങ്ങൾക്കേ നന്നാവണമെന്നില്ല. എന്തായാലും അന്ന് വാർഡൻ പ്യൂക്കിനും ഗോൾഫിനും നല്ല ഭക്ഷണം വാങ്ങിക്കൊടുത്തു. ശേഷം പറഞ്ഞു, എപ്പോഴും ഇതുപോലെ നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ നീയൊക്കെ ഈ ജയിൽ വിട്ട് പുറത്തു പോകണം. എല്ലാ കാലവും നിനക്കൊക്കെ ഇവിടെ തുടരാൻ പറ്റില്ലല്ലോ. പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ അവരിരുവരെയും മറ്റു ജയിലിലേക്ക് മാറ്റുവാൻ വാർഡൻ തീരുമാനിച്ചിരുന്നു. പ്യൂക്കിന്റെ പേരിൽ ഇപ്പോൾ 2 കൊലപാതക കുറ്റമാണുള്ളത്. ആ ജയിൽ വിട്ട് മറ്റൊരു ജയിലിലേക്ക് യാത്രയാകുമ്പോൾ പ്യൂക്ക് സ്വയം ചിന്തിച്ചു, ഞാനിവിടെ നിന്ന് ഒരുപാട് പഠിച്ചിരിക്കുന്നു. വേദനയെക്കുറിച്ച്, സൗഹൃദത്തെക്കുറിച്ച്, അതിജീവനത്തെക്കുറിച്ച്. പക്ഷെ ഒന്നും അവസാനിച്ചിട്ടില്ല. ഇനിയും ഒരുപാട് ദൂരം നടക്കാനുണ്ട്. മുന്നോട്ടുള്ള ഈ പാതയിൽ ഞാനിനി തനിച്ചാണ്. പ്യൂക്ക് മറ്റൊരു ജയിലിലേക്ക് എത്തിക്കപ്പെട്ടു. അവിടുത്തെ വാർഡനും മറ്റും മോശമായ രീതിയിൽ തന്നെ പ്യൂക്കിനെ സ്വീകരിക്കാൻ ആരംഭിച്ചു. അവിടെയും പ്യൂക്കിനൊരു യുദ്ധം ബാക്കി നിൽക്കുന്നു എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.